പ്രിയമുള്ള വിനോദ് സാഹിത്യത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അദ്ദേഹം പാലാ നാരായണൻ നായരുടെ പാലായിൽ പിടിച്ചാണ് കയറാൻ ശ്രമിച്ചത്. എന്നിട്ട് അദ്ദേഹം ചെമ്മനം ചാക്കോയുടെ ഹസ്താവലംബം സ്വീകരിച്ച് കേരളത്തിലെ ഏറ്റവും ഭീകരന്മാർ താമസിക്കുന്ന സ്ഥലമാണ് പാലാ എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ദുഷ്പേര് പാലായിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ഭാഗത്ത് പോയാൽ പാലക്കാട് പറഞ്ഞാൽ രണ്ട് എളിയിലും കത്തിയുള്ള ഭീകരന്മാർ എന്നാണ്. ഞങ്ങൾ ആ ഒരു വിശേഷണത്തെ തള്ളിക്കളയാറുമില്ല. കാരണം അതവിടെ ഇരുന്നോട്ടെ. യഥാർത്ഥത്തിൽ പാലക്കാർ ആരാണെന്ന് പാലക്കാർക്ക് അറിയൂ. അതാണ് പാല വാസ്തവത്തിൽ ഇത്രയും എന്റർപ്രൈസിങ് ആയിട്ടുള്ള, ഇത്രയും എന്താ പറയുക, പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ട് ജീവിതം കരിപ്പിടിപ്പിക്കുന്ന ലോകത്തിന് തന്നെ മാതൃകയാണ്. അതായത് നമ്മൾ എസ് കെ പൊറ്റക്കാടിന്റെ വിഷയങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇവിടെ നിന്ന് ഈ ആലുവായിൽ വന്ന് നിലമ്പൂരിലേക്കും അവിടെ നിന്ന് വയനാട്ടിലേക്കും നടന്നും തലച്ചുമുടായും ഒക്കെ സാധന സാമഗ്രികൾ കൊണ്ടുപോയി അവിടെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ ശ്രമിക്കുകയും അവിടെ നിന്ന് മലമ്പനി വന്ന് വിഷകന്യകയെ പോലെ ആലിംഗനം ചെയ്ത് മനുഷ്യ ജീവിതങ്ങൾ പൊടിഞ്ഞു വീഴുകയും അവശേഷിച്ചവർ വീണ്ടും ആ മണ്ണിൽ തന്നെ തുടരുകയും അങ്ങനെ തലമുറകൾ കൊണ്ട് അവിടെ മണ്ണിൽ പൊന്നു വിളയിച്ച് അവിടെ ജീവിക്കാൻ ശ്രമിക്കുകയല്ല. ഇവിടുത്തെ 10 ഏക്കർ വിറ്റിട്ട് ഉടകിൽ ഒരു 50 ഏക്കർ വാങ്ങി വീണ്ടും അധ്വാനിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്ന തലമുറക്കാണ്. ഈ പാലക്കാടാണ് ഇന്ന് നമ്മൾ ഗൾഫ് എന്ന് പറയുന്ന സ്ഥലം അന്ന് പേർഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ വിമാനത്തിലോ കപ്പലിലോ ഒക്കെ പോയി താമസ സൗകര്യം ഇല്ലാത്ത സ്ഥലത്ത് പോയി ഞങ്ങളുടെ പെണ്ണുങ്ങളാണ് ലോകത്ത് ഈ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു തൊഴില് ഇത്ര മണ്ണിലുള്ള തൊഴിലാക്കി മാറ്റിയവരാണ്. കഠിനാധ്വാനികളാണ്, അധ്വാനികളാണ്. അപ്പൊ പാല എന്ന് പറഞ്ഞാൽ റബ്ബർ, പാലാ സമം റബ്ബർ എന്ന് പറയുന്നത് ഈ വിനോദ് സാർ ആവശ്യമില്ലാത്ത സിനിമകൾ മുഴുവൻ കണ്ടതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം പാലക്കാരൻ അച്ചായം എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമാണ്. അത്രയേ ഉള്ളൂ. ഈ കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ എന്നുള്ള സിനിമയൊക്കെ ഈ വിനോദ് സാർ മിക്കവാറും കണ്ടു കാണും. അങ്ങനെയാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ പപ്പയും ചേർന്ന് ഒരുമിച്ച് മദ്യപിച്ചിട്ടില്ല. മദ്യമെന്താന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് മദ്യപിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിലെ മറ്റു പല സ്ഥലങ്ങളും, ഞാൻ വേറെ ഒന്നും പറയുന്നു, മറ്റു പല സ്ഥലങ്ങളിലും സമൂഹ മദ്യപാനം ഉണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് മിത്താണ്. ആ മിത്ത് തകരാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെയും ഒരു ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്നെ കാണുന്ന ആ നോട്ടപ്പാടിലാണ് ഒരു പാലക്കാരനാണ് എന്നുള്ള തോട്ടം നിന്നോളൂ. പാല എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സക്കരയുടെ ഒരു നസ്രാനി വിവാഹവും ജ്യോതിശാസ്ത്രവും എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ഞാൻ അമ്പരപ്പോട് കൂടി ആലോചിച്ചു. കാരണം നസ്രാനി വിവാഹവും ജ്യോതിശാസ്ത്രവും എന്നാൽ പൊതുവെ ക്രിസ്ത്യാനികൾക്ക് വായനയുണ്ടെന്നും ഈരാറ്റുപേട്ട അരുവിത്തുറപ്പള്ളി പെരുന്നാളിന് പോയപ്പോൾ കവിയാച്ചൻ ഒരു ജ്യോതിശാസ്ത്രത്തിന്റെ പുസ്തകം വാങ്ങിയെന്നും പിന്നീട് പല്ലി ഇടത്തു നിന്ന് വലത്തോട്ടാണ് ചലിക്കുന്നത്, അതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്നും വലത്തു നിന്ന് ഇടത്തോട്ടാണ് ചിലയ്ക്കുന്നതിന് അതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്നും നോക്കി പിന്നെ പല്ലിയുടെ പുറകെ പോയിരുന്നു. സുന്ദരിയായ ഭാര്യ, അയാളുടെ സുന്ദരിയായ ഭാര്യ ഇയാളെ കൊണ്ട് പുറകെ മുട്ടി മറ്റൊരാളുടെ ഒരു ചാടിപ്പോയി എന്നും ഒക്കെയാണ് കഥയുടെ ഒരു പോക്ക്. അപ്പൊ അതുകൊണ്ട് ഭാഷൂരി ഇത്രേ ഉള്ളൂ. പുസ്തകം വായിക്കാത്ത നസറാണി പുസ്തകം വായിച്ചാൽ ഇതെന്ന് വെച്ചാൽ ഇത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സെൻസ് ഓഫ് ഹ്യൂമർ. ഞാൻ എപ്പോഴും പറയാം, ഞങ്ങൾ തൊടുപുഴയിലാണ്, പക്ഷെ ഞങ്ങളുടെയൊക്കെ പൂർവദേശം പാലയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുപുറത്തെ ആൾക്കാരൊക്കെ തന്നെ അവരൊക്കെ പറയുമ്പോൾ ചില സിമിലികൾ പറയും. ഒരു ഉദാഹരണം പറയാം, ആൺകുട്ടിയോടും ആഞ്ഞിലിക്കുഴിനോടും കളിക്കാൻ പോകരുത്, അത് കുറച്ച് സ്ത്രീവിരുദ്ധതയുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞേ, ആഞ്ഞിലിക്കുഴി ഇത്രയല്ലേ ഉള്ളൂ, പക്ഷെ അത് വളർന്ന് എന്തോരം വലിയ മരമാവും. അപ്പോൾ
ഇവരുടെ വർത്തമാനത്തിൽ തന്നെ ഒരു കവിതയുണ്ട്. നമ്മൾ അയിനിപ്ലാവ്, രണ്ട് തിരുവിതാംകൂറുകാർ പറയും അയിനിപ്ലാവാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതേ പാലായിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ പാറയമാക്കൽ തോമാക്കത്തിനാർ ജീവിച്ചിരുന്നത്. വർത്തമാന പുസ്തകം എന്ന ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ കവി. ഇവിടുത്തെ സഭാപരമായൊരു വലിയ ഒരു പ്രതിരോധ പ്രവർത്തനവും കൂടിയാണ്. അതായത് പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ ഇവിടെ നിന്ന് റോമിലേക്ക് യാത്ര ചെയ്ത പാറയമാക്ക തോമാക്കുന്ന പാലക്കാരനാണ്. വേണ്ട, നമ്മൾ രാമപുരത്ത് വാര്യർ അദ്ദേഹം തിരുവിതാംകൂർ രാജാവിന്റെ ഒപ്പം വൈക്കത്ത് നിന്ന് വണ്ടിയിൽ പോയപ്പോൾ വിജയരവത്ത മഞ്ഞിപ്പാട്ട് തത്സമയം പാടിയെന്നാണല്ലോ കഥ. തത്സമയമാണ് അദ്ദേഹം പാടിയതെങ്കിൽ അദ്ദേഹത്തെക്കാൾ മുന്തിയ മലയാള കവി ഇല്ലെന്ന് പറയേണ്ടി വരും. കാരണം തന്റെ ദാരിദ്ര്യ ദുഃഖം എന്തെന്ന് കുര്യാരന്റെ വൃത്താന്തം കഥ പറഞ്ഞതിലൂടെ രാജാവിനെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു മഹാകവിയാണ് കുര്യാരവത്ത മഞ്ഞിപ്പാട്ട് വിജയ രാമപുരത്ത് വാര്യർ. ലളിതാംബിക അന്തർജനം രാമപുരത്തുകാരിയാണ്. എങ്ങനെയാണ് കട്ടക്കയത്ത് ചെറിയാൻ മാപ്പിള. ഈ കട്ടക്കയത്ത് ചെറിയാൻ മാപ്പിള സംസ്കൃത പണ്ഡിതനായിരുന്നു. അപ്പോ ക്രൈസ്തവ കാളിദാസൻ എന്ന് പറഞ്ഞ് പരിഹസിച്ച് തട്ടൻകുള താഹു നമ്മളിങ്ങനെ അത് ഈ നസ്യം പറച്ചിലൊക്കെ ഉള്ളതാണ്. പക്ഷെ ഞാൻ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ തൃശ്ശൂരൊക്കെ ഒരു സാഹിത്യ അക്കാദമിയിലൊക്കെ ഒരു സാഹിത്യ പരിപാടിക്ക് ഒരു 50 പേരെ സംഘടിപ്പിക്കാൻ വേണ്ടി കോലുമതി ഇട്ട് കോരിയാൽ പോലും കിട്ടാത്ത സമയത്ത് തൊടുപുഴയിലും പാലായിലും ഒക്കെ എല്ലാ ആഴ്ചയിലും ഈ സാഹിത്യം നടക്കുന്ന സാഹിത്യ പ്രസ്ഥാനങ്ങളുണ്ടാവും. ഒരു 100-150 പേർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ സാഹിത്യം ഓടാത്ത സ്ഥലമല്ല. പിന്നെ പാലാ ഒരു മോശപ്പെട്ട സ്ഥലമായിരുന്നു എങ്കിൽ പാലാ നാരായണൻ നായർ അദ്ദേഹത്തിന്റെ പേര് പാലാ എന്ന് ചുരുക്കി പറയുമായിരുന്നില്ല. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് സാമാന്യമായി പറയാവുന്നൊരു കാര്യം. പക്ഷേ ഓരോ സ്ഥലത്തെക്കുറിച്ചും ഇങ്ങനെ ചില ഇതിന്റെ ഒരു ദുരന്തം അനുഭവിച്ച ഒരാളാണ് വാസ്തവത്തിൽ പാലാ നാരായണൻ നായർ. അതാണ് എൻ്റെ ഒരു പോയിന്റ്. അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ചേർത്ത് പറയുകയാണ്. പാലാ നാരായണൻ നായർ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ പറയും കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കെറിയും കടന്നും ചെന്ന അന്യമാംജന്യങ്ങള് അറബിക്കടലിനും തിരക്കൈ കൊണ്ട് അതിന് അതിരിട്ടൊതുക്കുവാനായതിൽ നിന്നോളവും അറിവും സംസ്കാരവും മേൽക്കുമേൽ ഒഴുകുന്നു ഉറവിൻ നികേതമാണ് സ്ഥലം പുരാതനം. ഇവിടെ പുറക്കുന്ന കാട്ടുപുല്ലിനോടുണ്ട് ഭുവനം മയക്കുന്ന ചന്തവും സുഗന്ധവും. ഇവിടെ കിടക്കുന്ന കാട്ടുകല്ലിലുമുണ്ട് വിവിധ സനാതന ചൈതന്യ പ്രതീകങ്ങൾ. ഇതിന്റെ അവസാനത്തെ വരുന്ന ആരും വായിക്കില്ല. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കെറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ വസന്തമാഷ് ഗ്രൂപ്പിലിട്ട പാരടി ഒരു കവിതയുടെ ജനപ്രിയതയുടെ ഒരു സൂചകമാണ്. ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ഒരു ട്രോൾ എന്ന് പറയുന്നത് ഇങ്ങനെ വരണ്ടേ? അങ്ങനെയാണ്. എൻ്റെ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഒരു ട്രോൾ വിഭവമായിരുന്നു ഞാൻ. കാരണം അവർ നേരിട്ട് എന്നോടൊന്നും പറയില്ല, സത്യം പറയാം. അതായത് അവിടുത്തെ മിക്കവാറും അധ്യാപകർക്ക് ഇരട്ടപ്പേരുണ്ട്. ഞാൻ മിഠായി മേടിച്ചു കൊടുത്ത് ചായ മേടിച്ചു കൊടുത്ത് ചെവിച്ചു എനിക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. പരമാവധി സെബാട്ടി കൊടുക്കും. ഇല്ല, ബാക്കിയുള്ള ആൾക്ക് ഒരാൾക്കുള്ള പേര് വല്യേച്ചി എന്നാണ്. അദ്ദേഹം നടക്കുമ്പോൾ ഒരു കുണുങ്ങളുണ്ട്. അപ്പോൾ വേറൊരാൾക്കിട്ട പേര് കേട്ടാൽ നിങ്ങൾ ഇറങ്ങി ഓടും. കരിമ്പൻ എന്നാണ് പേര്. അതെന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ പല്ലിന് ലേശം അകലമുണ്ട്. അപ്പോൾ അദ്ദേഹം ഉറക്കി ഉച്ചരിക്കുമ്പോൾ തുപ്പൽ തെറിക്കുമെന്നും ആ തുപ്പൽ നമ്മൾ ഷർട്ട് തെറിച്ച് അത് കരിമ്പനായി ആ പേരിട്ടവനെ കണക്കിലുണ്ടെങ്കിൽ ഞാൻ ഒരു മസാല ദോശ കഴിച്ചു കൊടുത്തരും. അപ്പൊ അങ്ങനെ ട്രോളെന്ന് പറയുന്നത് സത്യത്തിൽ ജനപ്രിയതയുടെ ഒരു സ്വരൂപം. നമ്മളിപ്പോ ഈ സിനിമാല പോലത്തെ പരിപാടി കൊടുക്കും. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു അതിന്റെ ഗം പോലത്തെ ഒരു പരിപാടി, അതിനകത്ത് വരുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത് അതിന് 5 ഡയലോഗിനെ ട്രോളുള്ളൂ. രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും കവികളും ഒക്കെ ആഗ്രഹിക്കുന്നത് 5 ഡയലോഗ് അടിക്കാൻ പറ്റാണ്. അപ്പൊ പാലാ എഴുതിയ ഈ കവിതയ്ക്ക് ഇത്തരത്തിൽ ഒരു
ഒരു റോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അത് അത്രമാത്രം പ്രശസ്തമായതുമാണ്. ഇത് അദ്ദേഹം ആദ്യമായിട്ടല്ല പറഞ്ഞത്. ഇപ്പം മഹാകവി കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ അദ്ദേഹത്തിൻ്റെ കേരളം എന്നൊരു മഹാകാവ്യം തുടങ്ങുന്നത് കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി അന്യോന്യം അംബാശികം നീട്ടിവിട്ടൊരു കണ്ണോട്ടമേറ്റുള്ളൊരു നല്ല രാജ്യം എന്നാണ്. നോക്കൂ, അദ്ദേഹം എഴുതുന്ന കാലത്ത് കേരളം ഉണ്ടായിട്ടില്ല. അപ്പൊ കേരളം എന്ന് പറയുന്ന ഒരു ഭൂവിഭാഗത്തെ സങ്കല്പിക്കുന്ന അതെന്താണ് ഒന്നിപ്പിക്കുന്നത്? എന്താവുന്നത് ഇപ്പോഴും സംശയമുണ്ടോ? ഇപ്പോഴും ഒരു തിരുവിതാംകൂറുകാരനും ഒരു കൊച്ചിക്കാരും ഒരു മലബാറുകാരനും അവരുടെ ഉള്ളിൽ അവർ തിരുവിതാംകൂറുകാരും കൊച്ചിക്കാരും മലബാറുകാരുമാണ്. സംശയമുള്ളവർ ഒരു കല്യാണാലോചന നടത്തി നോക്കിയാട്ടെ. നടക്കായികയൊന്നുമില്ല. പക്ഷെ അപ്പൊ പറയും, ഓ അവന്റെ വീട് അങ്ങ് കർണാടകയിൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ 110 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് വിചാരിക്കും. തൃശ്ശൂർ താമസിക്കാൻ സമയത്ത് തേക്കിൻകാടിനെ ചുറ്റും കഴിഞ്ഞാൽ 100 മീറ്റർ കഴിഞ്ഞാൽ ഏതോ വിദൂര സ്ഥലമായി പോയി. അങ്ങനെയാണ്. അപ്പൊ പിന്നെ കോട്ടയത്തോ പാലായിലോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ശാസ്താംകോട്ടയോ ഉള്ള ഒരാളെ നമ്മൾ ഇത് ഒരു ദേശബോധം എന്ന് പറയുന്നത് ഇപ്പോ മോണ്ടസാർ അറിയാം. ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു വിസ്തൃത വിപുല പ്രദേശത്തെ ഒരു രാജ്യമാക്കി മാറ്റുന്നത് എന്തെല്ലാം ഘടകങ്ങൾ ചേർക്കാം. അതിനകത്ത് ഇന്ത്യൻ റെയിൽവേക്ക് ഒരു സ്ഥാനമില്ലേ? ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന് ഒരു സ്ഥാനമില്ലേ? ഹിന്ദി സിനിമയ്ക്ക് ഒരു സ്ഥാനമില്ലേ? രാമായണ മഹാഭാരതാദികളായിട്ടുള്ള നമ്മുടെ പുരാണങ്ങൾക്ക് ഒരു സ്ഥാനമില്ലേ? അപ്പോ ഇതല്ലെങ്കിൽ എന്താണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ ഈ അറ്റവും ആ അറ്റവും എന്താ ബന്ധമുള്ളത്? ഇത് അവർ ഒരു നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന വാസ്തവത്തിൽ വളരെ ദുർബലമായ തന്തുക്കൾ കൊണ്ട് നമ്മൾ കെട്ടിയിട്ടുണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ കേരളം എന്ന് പറയുന്ന ഈ സാധനം പഴയ മദ്രാസ് പരീക്ഷയുടെ ഭാഗമായിരുന്ന മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ ചേർന്നിട്ട് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റായിട്ട് വരുന്നതിന് കവികൾക്ക് വലിയ ഒരു പങ്കുണ്ട്. കേളപ്പന്റെ നേതൃത്വത്തിൽ ഐക്യ കേരള പ്രസ്ഥാനം ശക്തിപ്പെടുന്ന കാലത്താണ് നമ്മുടെ മഹാകവി പാല നാരായണൻ നായർ ഈ കേരളം എന്ന് പറഞ്ഞ 8 ഖണ്ഡങ്ങളുള്ള കാവ്യം അങ്ങനെ എഴുതുന്നു. ജനങ്ങളുടെ മനസ്സിൽ ഈ ഒരു ആഗ്രഹമുള്ളപ്പോഴേ ഇത്തരം കാവ്യങ്ങൾ ജനപ്രീതി ആർജിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കും ഒരു ജനപ്രിയത എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്നൊരു ഗാന്ധിജി ഉണ്ടാവാത്തത്? ഗാന്ധിജിക്ക് തുറക്കാൻ പറ്റിയ സാമൂഹ്യ സാഹചര്യം ആയിട്ടില്ല. ആയി വരുന്നുണ്ട്, ആയിട്ടില്ല. അതാണ്. അപ്പൊ ഇത് അന്യോന്യം മ്യൂച്വലി കോൺട്രിബ്യൂട്ടറി, അതായത് പരസ്പര പൂരകങ്ങളായിട്ടുള്ള സംഗതികളാണ്. ഇദ്ദേഹത്തിന്റെ കവിതയെ കുറിച്ച് പറയുന്നത് ആക്രോശങ്ങളും ബഹളങ്ങളും ഇല്ലാത്ത കവിത എന്നാണ്. ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു വാസ്തവത്തിൽ 96 വർഷം ജീവിക്കുകയും 75 വർഷം കാവ്യ സഭയ നടത്തുകയും ചെയ്ത ഒരു മഹാകവിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് വേണ്ട തരത്തിലുള്ള പഠനങ്ങളോ വേണ്ട തരത്തിലുള്ള അനുമോദനങ്ങളോ കിട്ടാതെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം ചങ്ങമ്പുഴയുടെ ഒരു അനുകർത്താവാണ് എന്ന് വാസ്തവത്തിലല്ല. നമ്മുടെ അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ CP ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യസമാഹാരത്തിന് ഒരു ആമുഖം, വളരെ വിശദമായ ഒരു ആമുഖം എഴുതി. അതിൽ അദ്ദേഹം സ്ഥാപിക്കുന്നത് വാസ്തവത്തിൽ ചങ്ങമ്പുഴയ്ക്ക് മുമ്പ് കവിത എഴുതി തുടങ്ങിയാണ് ബാലനാരായണൻ നായർ. അതിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള കാവ്യരചനാ രീതി ചങ്ങമ്പുഴയെ ഹഠാത് ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സംഭവം പറയാം. ബാലനാരായണൻ നായർ ഒരിക്കൽ ചങ്ങമ്പുഴയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന് വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം രചിച്ച ഒരു കവിത അദ്ദേഹം പത്രത്തിൽ നിന്ന് വെട്ടി സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട് ബാലനാരായണൻ കരഞ്ഞുപോയിന്നാണ്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ ഇദ്ദേഹം വാഴക്കുല പോലത്തെ ഒരു വിപ്ലവാത്മകമായൊരു കവിത രചിക്കുകയും ചങ്ങമ്പുഴ പിന്നെ കാവ്യ ആകാശത്തേക്ക് ചിറകടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് വളർന്നുപോയിരിക്കുന്നു. അദ്ദേഹം വാസ്തവത്തിൽ അനുവർത്തിച്ചത് ബാലനാരായണൻ നായരുടെ കവിതാ രചനാ രീതിയാണ് എന്ന് CP ശ്രീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥാപിച്ചിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തെ ഈ കേരളീയതയുടെ കവി എന്ന രീതിയിൽ ഒതുക്കി കളഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല. അദ്ദേഹത്തിന്റെ കൈകളിലെ കഥ എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം വള്ളത്തോളിന്റെ ഒരു അനുകർത്താവാണ്, ചങ്ങമ്പുഴയുടെ ഒരു അനുകർത്താവാണ്, അപ്പുറത്തേക്ക് ഒന്നും ഇതൊന്നുമില്ല എന്ന് പറയുന്നത്.
ഇദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറയുകയാണെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം പാലാ സെന്റ് തോമസ് സ്കൂളിൽ നടത്തി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബർമ്മ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സൈനിക സേവനം നടത്തിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, നമ്മുടെ പട്ടാള കാതിരന്മാർ എന്ന് പറയുന്ന പാറപ്പുറത്ത്, നന്ദനാട്, കോവില് തുടങ്ങിയ ആളുകൾ അവർക്ക് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ യുദ്ധം കണ്ടിട്ടുള്ള ആളുകളല്ല. അവർ സൈനിക സേവനം നടത്തിയിട്ടുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ യുദ്ധരംഗത്ത് പ്രവർത്തിച്ച ആളാണ് ആര്? ഈ പാറാനാരായണന്മാർ. അപ്പം അദ്ദേഹത്തിൻ്റെ എന്താണ് ആ സൈനിക ജീവിത കഥകളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത കഥ, അതൊരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സൈനിക സേവനത്തിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ തിരുവിതാംകൂർ സർവകലാശാല, ഇപ്പോഴത്തെ കേരള സർവകലാശാല, തിരുവിതാംകൂർ സർവകലാശാലയിൽ പബ്ലിക്കേഷൻ ഓഫീസറായിട്ട് അദ്ദേഹം ജോലി നോക്കുകയാണ്. അങ്ങനെ ജോലി നോക്കുന്ന സമയത്താണ് അന്ന് ചീഫ് സെക്രട്ടറിയാണ് മഹാകവി ഉള്ളൂർ. അദ്ദേഹത്തെ ടാഗോറിനെ ബഹുമാനമായിരുന്നു, വള്ളത്തോളിനെ ബഹുമാനമായിരുന്നു, ഉള്ളൂരിനെയും ബഹുമാനമായിരുന്നു. ഒരിക്കൽ സമസ്ത കേരള സാഹിത്യ പരിഷത്ത് നടത്തിയ ഒരു കാവ്യരചനാ മത്സരത്തിൽ ഇദ്ദേഹത്തിന് 1ാം സമ്മാനം കിട്ടി. അപ്പോൾ 1ാം സമ്മാനം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് സമ്മാനം കൊടുത്ത മഹാകവി ഉള്ളൂരാണ്. ഉള്ളൂര് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് സമ്മാനം കൊടുത്തു നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, നോക്കൂ, ഈ യുവാവ് നാളെ കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു മഹാകവിയായി തീരുമെങ്കിൽ എനിക്ക് തെല്ലും സംശയമില്ല എന്നുള്ളത്. ഉള്ളൂർ ഒരു കവിയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതാണ്. അപ്പം അക്കാലത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാവ്യരചന രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ. അപ്പം അങ്ങനെ ഇരിക്കാൻ അദ്ദേഹം തിരുവിതാംകൂർ സർവകലാശാലയുടെ പബ്ലിക്കേഷൻ വിഭാഗത്തിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കേരള സാഹിത്യ ചരിത്രം അത് പ്രസിദ്ധീകരിക്കുന്നത് നമ്മുടെ മാതൃഭൂമിയാണ്. അപ്പോൾ കോഴിക്കോട്ടേക്ക് വരുന്നു. നമുക്കിപ്പോൾ കോഴിക്കോട്ടേക്ക് പോകുന്നതല്ല, തിരുവിതാംകൂറിലുള്ള ഒരാൾ അന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നത് അതൊരു യാത്ര തന്നെയാണ്. അപ്പോൾ അദ്ദേഹം കൊച്ചി വഴിയാണ് കടന്നു പോകുന്നത്. പലതവണ തൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ഉള്ളൂരിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പ്രസാധനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് മലബാർ ഭാഗത്തേക്ക് കുടിയേറിയ ഒരുപാട് ആളുകളെ അദ്ദേഹം പോകുന്ന വഴിയിൽ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പം മലബാർ എന്ന് പറയുന്ന ഒരു മിത്തിനെ അദ്ദേഹം അറിയുന്നുണ്ട്. കാരണം തിരുവിതാംകൂറുകാർക്ക് മലബാറും, മലബാറുകാർക്ക് തിരുവിതാംകൂറും ഒരു മിത്താണ്. ടിപ്പുവിൻ്റെ പടയോട്ടം ഇല്ലായിരുന്നെങ്കിൽ വാസ്തവത്തിൽ കേരളം ഇത്തരത്തിൽ ഉണ്ടാകുമായിരുന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ടിപ്പുവിൻ്റെ പടയോട്ടം വന്നപ്പോൾ ഈ മലബാറിലെ ഒരുപാട് രാജാക്കന്മാർ വാഹനം കയ്യിൽ പിടിച്ച് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് തിരുവിതാംകൂറിലേക്കാണ്. ഇപ്പോൾ തിരുവിതാംകൂറിലേക്ക് പോയ ഇവരുടെ പിന്നാലെ ടിപ്പു വന്നെങ്കിലും ആലുവയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുകയോ ചെയ്ത് ടിപ്പുവിനെ നമ്മൾ മടക്കി അയച്ചു എന്നാണ് ചരിത്രം. അതങ്ങനെയാണ്. അപ്പം അങ്ങനെ പോയ പല രാജാക്കന്മാരും ഇവിടുത്തെ രാജകുമാരിമാരെ പ്രണയിക്കുകയും കല്യാണം കഴിക്കുകയും പല രാജകുമാരന്മാരും അവിടുത്തെ രാജകുമാരിമാരെ കല്യാണം കഴിക്കുകയും പ്രണയിക്കുകയും ചെയ്ത്. അപ്പം ഈ പ്രണയമാണല്ലോ ഈ ഇവിടെ വന്ന ആര്യന്മാർ തദ്ദേശീയ ഭാഷ പഠിച്ചത് തദ്ദേശീയരായിട്ടുള്ള സ്ത്രീകളെ കല്യാണം കഴിച്ചപ്പോൾ അവരുമായി സംസാരിക്കുന്നതിന് വേണ്ടി തമിഴും സംസ്കൃതവും ഇടകലർത്തി സംസാരിച്ച് മൺപ്രവളം ഉണ്ടായി എന്നാണ് ഒരു സിദ്ധാന്തം. അതാണ്, അതൊരു പ്രായോഗിക ജീവിത വിഷയമാണ്. അപ്പം അത്തരത്തിൽ അദ്ദേഹം പോകുന്ന സമയത്താണ് മലബാറിനെയൊക്കെ അറിയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക 1952-53 കാലത്ത് അദ്ദേഹം ഈ കേരളം വളരുന്നു എന്നുള്ള ഇത് അദ്ദേഹത്തിൻ്റെ 1991 വള്ളത്തോൾ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 1999 ഉള്ളൂർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 2000 ആണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 43 സമാഹാരങ്ങളുണ്ട്, 5000 കവിതകളുണ്ട്. ചലച്ചിത്ര ഗാന രംഗത്തും അദ്ദേഹം കൈ നോക്കിയിട്ടുണ്ട്. ഞാനത് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടോ പാട്ട് എനിക്ക് കിട്ടിയില്ല. അവരുണരുന്നു എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതിനകത്തെ പാട്ടിൻ്റെ വരി ഒന്നിനൊന്നും കിട്ടിയിട്ടുണ്ട്. അത് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചങ്ങമ്പുഴയുടെ കാലത്ത് സിനിമയില്ല, പക്ഷേ ചങ്ങമ്പുഴയുടെ കവിതകൾ പിൽക്കാല സിനിമകളിൽ വന്നിട്ടുണ്ട്. ഇദ്ദേഹം സിനിമ ഉള്ള കാലം ജീവിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് തൊഴിലാളികളുടെ വിജയത്തെക്കുറിച്ചുള്ള സിനിമയാണ് അവരുണരുന്നു എന്നാണ് സിനിമയുടെ പേര്. അദ്ദേഹം അതിനകത്ത് 10 പാട്ടുള്ളതിൽ 8 പാട്ടും പാരാനാരായണനാർ എഴുതി, 2 പാട്ട് വയലാറാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവസ്ഥ വെച്ചത്. അപ്പോൾ അദ്ദേഹം ആ രംഗത്തും അദ്ദേഹത്തിൻ്റെ എന്താണ് സിദ്ധി അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ള ആളാണ്. അപ്പം നമ്മൾ പൊതുവെ അദ്ദേഹത്തിൻ്റെ കൃതികളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ചും കേരളത്തിൻ്റെ പ്രകൃതി വൈവിധ്യത്തെക്കുറിച്ചും ഒരു ആരാധനാ മനോഭാവത്തോടു കൂടി തൻ്റെ കവിതകളിലെല്ലാം അദ്ദേഹം ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ നമ്മൾ
സാഹിത്യത്തിൽ ദേശീയത കൊണ്ടുവന്നാൽ കേരളമെന്ന് ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു മഹത്തായ കാര്യമായി നമ്മൾ കൊണ്ടാടുകയും അത് ദേശീയതയുടെ ഒരു മുദ്രാവാക്യമാണ് നമ്മൾ കൊണ്ടാടുകയും ഈ കേരളത്തെക്കുറിച്ച് പാടുന്നതിന് മോശമായ കാണുന്നത് ശരിയല്ല. ദേശീയത പോലെ തന്നെ പ്രധാനപ്പെട്ട സംഗതിയാണ് പ്രാദേശികതയുടെ ഒരു കാവ്യ ആവിഷ്കാരവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം അങ്ങനെ ഈ പ്രകൃതി ഭംഗിയെക്കുറിച്ച് മാത്രം വിവരിച്ചു പോകുന്ന ഒരാളായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അപ്പൊ അദ്ദേഹം താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ സാമൂഹിക മാറ്റങ്ങളെ കുറിച്ചും തന്നെ കവിതകളിൽ അദ്ദേഹം സൂചിപ്പിച്ചു പോകുന്നു. ഇപ്പം വിമോചന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കവിതയുണ്ട്, നിർധനൻ എന്നാണ് കവിതയുടെ പേര്. ഈ ചങ്ങമ്പുഴ വാഴക്കൊലയിൽ അദ്ദേഹം വാഴക്കൊല വെട്ടാൻ വരുന്ന ജന്മിയോട് അവസാനം ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങളുടെ പിന്മുറക്കാം എന്ന് ചോദിച്ച് നിർത്തുകയാണ് ചെയ്തത്. അതിനകത്തൊരു പ്രശ്നവും കൂടെ ഉണ്ട്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ എന്ന് കുമ്മിയടിക്കുന്ന സ്റ്റൈലാണ് ആ പാട്ട് പോകുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. വിപ്ലവ കവിത എന്ന് വാഴ്ത്തുന്ന ഈ കാവ്യത്തിന്റെ വൃത്തം ഒരു വിപ്ലവത്തിൽ ചേർന്ന വൃത്തമാണോ നമ്മൾ ആലോചിക്കണം. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നി പന്തങ്ങൾ തോന്മാറിയതിലുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതുന്ന കവിതയുടെ വൃത്തവും അതിന്റെ ആലാപനവും ഇതിന്റെ ഭാവത്തിന് കൂടി ചേർന്നതായിരിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഉണ്ട്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യേണ്ട തോന്നാം. കവിതരെ നിങ്ങളുടെ പിന്മുറക്കാർ കുറ്റപ്പെട്ട് പറയുന്നതല്ല, അതേക്കുറിച്ച് കവി അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോ അങ്ങനെയും ചൊല്ലാമല്ലോ. അതെങ്ങനെയാണ് ചൊല്ലുക? മലയപ്പൂലയന മടത്തിൻ മുറ്റത്ത് മഴ വന്ന നാടൊരു വാഴ. കഥാഖ്യാനം കുറ്റമായിട്ട് പറയുന്നതല്ല. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നി പന്തങ്ങൾ, ഏറിയ തലമുറ ഏറിയ വാരിൻ വാഴൊടി മംഗള കന്തങ്ങൾ. പണ്ട് പിതാമഹ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിടുമക്കാലം വന്നു പിറന്നു ചെന്നിടമോലും വാളുകണക്കൊരു തീനാളം എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് ചെവി തുറന്ന് കേൾക്കുമ്പോൾ അതിനൊരു സമരാഹ്വാനം ഇല്ലേ? അപ്പോ അതേക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം, ഒരു വിമർശനം, ഇതൊരു സമര കവിതയാണെങ്കിലും അതിന് ആഖ്യാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം സമരത്തെ പ്രജ്വലിപ്പിക്കുന്നതല്ല എന്നുള്ളതാണ് വ്യാഖ്യാനമാണ്. അപ്പൊ ഇദ്ദേഹം ദാരിദ്ര്യത്തെ കുറിച്ച് എഴുതുന്നുണ്ട്. എഴുത്തും വായനയും എന്നാണ് ആ കവിതയുടെ പേര്. കുങ്കുമദ്വിതിയാമി കോവിലിൽ സവിതാവ് തൻ കരാങ്കുലികളാൽ അക്ഷരം കുറിക്കുമ്പോൾ കിളിയും മരങ്ങളും വയലും നദങ്ങളും കളമിസ്വരങ്ങളാൽ അത് പഠിക്കുമ്പോൾ കണ്ണുനീർ തൂകിക്കൊണ്ട് നീങ്ങുന്നു കൂലിക്കാരൻ ഊണൊരുമില്ലല്ലോ തനിക്ക് എഴുതാൻ വായിക്കുവാൻ. അപ്പൊ അദ്ദേഹം അത് കാണുന്നുണ്ട്. ആ എഴുത്തിന്റെയും വായനയുടെയും അറിവിന്റെയും ലോകത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു കൂലിക്കാരൻ, ഒരു ദളിതൻ, പിന്നോക്കക്കാരൻ, അയാൾ അങ്ങനെ എഴുത്തിൽ നിന്നും വായനയിൽ മാറിക്കിടക്കുന്ന പഴയ കേരളത്തിന്റെ ഒരു സൂചകമായിരിക്കാം. അപ്പൊ അദ്ദേഹം അങ്ങനെ എന്താ പറയാ, അദ്ദേഹം അതും അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കൃതികളിൽ കാണപ്പെടുന്ന പാരിസ്ഥിതിക ദർശനത്തെ കുറിച്ചൊരു ഗവേഷണ പ്രബന്ധം വന്നിട്ടുണ്ട്. അത് അങ്ങനെയാണ്. ഇദ്ദേഹത്തിന്റെ കാലത്ത് റേച്ചൽ കാഴ്സൺ ദ സൈലന്റ് സ്പ്രിംഗ് എഴുതിയിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ തദ്ദേശീയമായ ഒരു പാരിസ്ഥിതിക അവബോധം ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോ ഈ പരിസ്ഥിതി ദർശനം എന്ന് പറയുന്നത് സാഹിബിന്റെ നാട്ടിൽ നിന്ന് 1930-കളിൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത ഒരു സംഗതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയല്ല. ഞാൻ തൊട്ടൊക്കെ പറയുമായിരുന്നു, ഇപ്പോ എന്താണ് പറഞ്ഞേ? അതെ, ഇത് പാരിസ്ഥിതിക ദർശനം, പാരിസ്ഥിതിക സൗന്ദര്യ ശാസ്ത്രം എന്ന് തീർച്ചയായിട്ടും ഒരു സംശയമില്ല. യൂറോപ്യൻ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലും പ്രകൃതി ഉപാസന, നമുക്ക് പൊതുവെ എല്ലാത്തിനോടും ഒരു ആരാധനയും വൈദ്യമവാൻ നമസ്കരിക്കുന്നു. ഒരു നദി,
നമസ്കരിക്കുന്നു. കാളിദാസനാണെങ്കിൽ ആ നദി എന്ന് പറയുന്നത് സുന്ദരിയായ പെണ്ണിൻ്റെ വക്ഷസിലൂടെ താഴേക്ക് പോകുന്ന ഒരു ഇതാണ്, അല്ല അവിടെ അനുഭവിക്കുന്ന ഒരു അജ്ഞാനമാണ് എന്ന് പറയുന്നു. പർവ്വതങ്ങൾ എന്ന് പറയുന്നത് മറന്നു കിടക്കുന്ന പെണ്ണിൻ്റെ വക്ഷോജങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ അത് നമുക്ക് രതി പാപമല്ലാതിരുന്ന ഒരു കാലത്ത് നമ്മുടെ കാവ്യങ്ങളിലൊക്കെ ഇത് സർവ്വസാധാരണമായി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെയോ പള്ളികളിലോ ഒന്നും പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണ്. പള്ളികളിൽ പിന്നെയും പൂവും കായും കൊണ്ട് ചില വസ്ത്രധാരണ രീതികളൊക്കെ അത് ഈ മധ്യകാല യൂറോപ്യൻ ചിന്താഗതിയുടെ പ്രതിഫലനമാണ്. അമ്പലത്തിലെ ക്ഷേത്രങ്ങളിൽ അതില്ലല്ലോ. കാരണം ഇതിനെ ഇതിനെ അതിജീവിക്കുന്ന മനസ്സുള്ളവൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നാൽ മതി എന്നാണ് ഒരു സിദ്ധാന്തം. ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, അപ്പോൾ ഈ കൃതികളിലൊക്കെ തന്നെ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ പ്രതിസ്മരണകൾ കാണാൻ പറ്റും. പാരായണ കൃതികളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പാരിസ്ഥിതിക ദർശനം ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മുടെ തച്ചുശാസ്ത്രം അതാണ് പറഞ്ഞത്. ഫോൺകോൾ ഒന്നുകൂടി വരാം. അപ്പോൾ നമ്മൾ തച്ചുശാസ്ത്രത്തിൽ പറയുന്നത് ചിലപ്പോൾ ക്ഷേത്രത്തിലൊരു വിഗ്രഹം നിർമ്മിക്കണമെങ്കിൽ അതിന് ഉത്തമ വൃക്ഷം കണ്ടെത്തണം. ആൺ ജാതിയിൽപ്പെട്ട അതിലൊരു പുരുഷ സംഗതിയുണ്ട്. ആൺ ജാതി വൃക്ഷം ഇടയ്ക്ക് ശിഖരങ്ങളൊന്നുമില്ലാത്ത ഒറ്റ തടിയായി പോകുന്ന ഒരു ഉത്തമ വൃക്ഷം കണ്ടെത്തി കഴിഞ്ഞാൽ, അപ്പൊ ഈ ഉത്തമ വൃക്ഷം കാട്ടിൽ എവിടെയാണ് നിൽക്കുന്നത് വെച്ചാൽ അതിന്റെ ചുറ്റും അതിന്റെ ചുവട്ടിൽ പോയി 41 ദിവസം ഈ പൂജാരി അതിന്റെ ചുവട്ടിൽ വെറും നിലത്ത് കിടന്ന് ഒടുവിൽ ഈ വൃക്ഷത്തോട് അതിന്റെ ജീവൻ യാചിച്ച്, നമുക്ക് തമാശയായിരിക്കും, ജീവൻ യാചിച്ച്. അത് ജെസി ബോസ് ഈ വൃക്ഷലതാദികൾക്കും വിചാരങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ കാര്യമൊക്കെ മാറ്റി നിർത്തിക്കോ. പക്ഷെ നമ്മളൊരു വൃക്ഷത്തെ കാണുന്നത് ഇത്ര ഉരുപ്പടി മരം എന്നുള്ള രീതിയിലല്ല. അതുകൊണ്ട് അതിൻ്റെ ജീവൻ യാചിച്ച് 41 ദിവസം അതിൻ്റെ ചില്ലകളിൽ കൂട് വെച്ചിട്ടുള്ള പക്ഷിമൃഗാദികളെ അവിടെ നിന്ന് എടുത്ത് അതിൽ വേറൊരു പാത്രം ഉണ്ടാക്കി കൊടുത്ത് അതിനെ ഭൂസ്പർശം ഇല്ലാതെ വീടിച്ച് എടുത്തുകൊണ്ട് പോകും. അതാണ് ഇതിനൊരു വളരെ ക്രൂഡായിട്ടുള്ള, വേണമെങ്കിൽ അസംസ്കൃതം എന്ന് പറയാവുന്ന ഒരു പാരിസ്ഥിതിക ആവബോധം നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ശാകുന്തളത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ശകുന്തളയുടെ തോഴിമാർ വടജോത്സ്യം നനയ്ക്കുന്ന കാര്യമൊക്കെ പറയും. നമ്മുടെ പൊൻകുന്നം വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പയിലും ആ കാളയും ആ കാളക്കാരനും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം ഉണ്ട്. ഇതിനൊക്കെയല്ലേ നമ്മൾ പരിസ്ഥിതി പറയുന്നത്. അതിനെ നിങ്ങൾ ഒരു പാരിസ്ഥിതിക തത്വശാസ്ത്രം എന്നുള്ള രീതിയിൽ യൂറോപ്യൻ ആയിട്ടല്ല, നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ഒരു പാരിസ്ഥിതിക ബോധത്തിൻ്റെ ബാക്കിയായിട്ടുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും പാലായുടെ കവിതകളെക്കുറിച്ച് അത്തരത്തിലുള്ള വലിയ പഠനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിളക്ക് കൊടുത്തു എന്നുള്ള കവിതയ്ക്ക് KM കരയൻ സാറിന് ഒരു പഠനം വന്നിട്ടുണ്ട്. ശ്രാവണ ഗീതത്തിന് കൊടുക്കുന്ന ഒരു പഠനം എഴുതിയിട്ടുണ്ട്. പൗർണമി അതാണ് പറയാൻ ശ്രമിച്ചത്. അതിൽ പൗർണമി എന്നുള്ള കാര്യത്തിന് വസന്ത പൗർണമി എന്നൊരു പഠനം സ്വീകരിച്ചത്. അത് വളരെ ശക്തമായൊരു പഠനമാണ്. അതിൽ അദ്ദേഹം സ്ഥാപിക്കുന്നത് ചങ്ങമ്പുഴയുടെ അനുകർത്താവല്ല പല നാരായണനാരെന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പ്രശംസകൾ ലഭിയിട്ടുണ്ട്. ഡോക്ടർ SK നായർ പറയുന്നു, ചങ്ങമ്പുഴ കവിത ആടിപ്പാടി നടക്കുന്ന ഒരു വിലാസിനിയാണെങ്കിൽ പാലായുടെ കവിത വീണാനമ്രയായി ശാലിനയായി ഒതുങ്ങി നിൽക്കുന്ന ഒരു കുലകന്യകയാണ്. ഈ കുലകന്യക എന്നുള്ള വാക്ക് ഇപ്പോൾ കുറച്ച് സ്ത്രീവിരുദ്ധമാണെങ്കിലും അക്കാലത്ത് അത് സ്ത്രീവിരുദ്ധം ആയിരുന്നില്ല. അപ്പം ഞാൻ തൊട്ടുമുമ്പേ പറയുമായിരുന്നു വിനോദ് സാറെ, ഈ ഇലക്ഷൻ പ്രചാരണം നടന്ന സമയത്ത് നമ്മുടെ ഈ പോസ്റ്റർ ദിവസത്തിൽ അത് ഒരു സാംസ്കാരിക പഠനവും കൂടിയാണ് ശരി പറഞ്ഞത്. ഒരുപാട് സ്ത്രീകൾ, പല പ്രായത്തിലുള്ള സ്ത്രീകൾ നമ്മുടെ പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ അവയിൽ മിക്ക സ്ത്രീകളും അവരുടെ വിവാഹ ചിഹ്നങ്ങൾ ധരിച്ചിരിക്കുന്നു എന്നുള്ളത് 2020 വിവാഹ ചിഹ്നം ധരിക്കുന്നത് പാപമാണെന്നല്ല പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളിലും യൂറോപ്യനാണെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മൾ വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നർമ്മജിയെക്കുറിച്ച്, ഒരു സിനിമാ നടിയെക്കുറിച്ച്, ഒരു നാടക നടിയെക്കുറിച്ച്, ഒരു ഗായികയെക്കുറിച്ച്, ഒരു പെർഫോമറെക്കുറിച്ച്, ഒരു പൊതുജീവൻ നയിക്കുന്ന ഒരാളെക്കുറിച്ച് സാമാന്യ മനുഷ്യൻ്റെ, നമ്മളെപ്പോലെ വിദ്യാഭ്യാസമുള്ള ആളുകളുടെ കാര്യമാണ്, സാമാന്യ മനുഷ്യൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ
അത് അത്ര ഗുണമല്ല എന്നാണ് മനസ്സിലായി. അത് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിക്കുള്ള ഒരു കഥയാണ്. വേറെ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ പ്രമുഖ സിനിമാ നടി അവര് ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സിനിമയിൽ അവര് കറുത്ത ചായം പൂശ അവിടെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ശ്രദ്ധിക്കാം. സിനിമാ വിഭാഗം സിനിമ വലിയ പറഞ്ഞു അല്ല അതിന് മുമ്പുള്ള അത് സിനിമ. അപ്പൊ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മൾ അതാ രണ്ട് ചെറുപ്പക്കാരികൾ അവര് ഇസ്തിരിപ്പെട്ടിയൊക്കെ ഇരുന്നില്ല. അപ്പോൾ നമ്മ ആദ്യ സിനിമയിൽ തന്നെ ഈ കുട്ടിക്ക് ഒരു എന്താ പറയുക ക്യാമറയുടെ മുമ്പിൽ ബിഹേവ് ചെയ്യാൻ അറിയാമല്ലോ നമുക്ക് തോന്നിയ ഒരു സിനിമയാണ്. പക്ഷേ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഈ സിനിമയുടെ പ്രൊമോഷനായിട്ട് ഞാൻ പല അഭിമുഖങ്ങൾ വരുന്നത്. ആ അഭിമുഖങ്ങളിൽ ഒന്നിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അഭിമുഖകാരൻ പറയുന്നുണ്ട്, നോക്കൂ ഈ കുട്ടി വളരെ വെളുത്ത കുട്ടിയാണ്, പക്ഷേ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി അല്ലെ കോൺഷ്യസാണ് എന്നൊരു 3-4 തവണ എടുത്ത് പറയുന്നത്. പിന്നെ നമ്മുടെ സിനിമാ നടിമാർ പറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും അവരുടെ എല്ലാ അഭിമുഖങ്ങളിലും കൃത്യമായി പറയും, എൻ്റെ ഭർത്താവാണ് എൻ്റെ ആദ്യ വിമർശകൻ, അദ്ദേഹം എൻ്റെ സിനിമയിൽ പോകാൻ അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നത് 2025 ഈ അഭിമുഖങ്ങൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ ഒരു ആളൊരുത്തൻ പാചകം ചെയ്യുന്നത് ഒരു വാർത്തയായിട്ടാണ്. ഇപ്പം നടൻ മുതൽ ഇപ്പോൾ ഇതിലോട്ട് നമ്മളടക്കം എത്രയോ ആളുകൾ നല്ല പാചകക്കാരാണ്. അപ്പൊ ആ നിലയ്ക്ക് അപ്പൊ ഇത് പക്ഷെ എന്താ വെച്ചാൽ ഇത് സമൂഹത്തിന്റെ പൊതുബോധം എന്നൊരു സാധനമുണ്ട്. ആ പൊതുബോധത്തിൽ ഇപ്പോഴും തൻ്റെ ഇടമുള്ള പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു മഹാമോശപ്പെട്ട പെണ്ണ് എന്നുള്ള ഒരു പൊതുബോധം നിൽക്കുന്നതാണ്. അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്കും ചിലപ്പോൾ അത് കുറച്ച് മാറാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ എല്ലാ ബഹുമാനവും കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പണ്ടൊരിക്കലും ഇവിടെ പറഞ്ഞു നടക്കുന്നുണ്ടാവുമല്ലോ, തെങ്ങിൽ മുഹമ്മദിന്റെ ഭാര്യ സൈനബയ്ക്ക് വോട്ട് ചെയ്യുക എന്ന് 2016 പോസ്റ്റർ ഞാൻ കണ്ടില്ല, പടമോടെ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം തെങ്ങിൽ മുഹമ്മദിന്റെ ഭാര്യ സൈനബയുടെ പടം അവിടെ ഇല്ല. മിനിഞ്ഞാൻ ഇറങ്ങിയ ഒരു പ്രമുഖ പത്രത്തിൽ, അതിപ്പോൾ നിർഭാഗ്യവശാലോ അത് പ്രിന്റിങ്ങിലില്ല, അത് ഓൺലൈനിലാണ് വരുന്നത്. ആ പത്രത്തിൽ ഇങ്ങനെ പെണ്ണുങ്ങളുടെ പടമൊക്കെ പ്രദർശിപ്പിച്ച് നടക്കുന്നത് നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരാണ് എന്ന് ഇപ്പോഴും കേരളത്തിൽ വരാൻ എഴുതാൻ ഞാൻ പേര് പറയാത്തത് ഞാനൊരു പഴയ രാഷ്ട്രീയക്കാരൻ കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ചിന്താഗതികൾക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കോഴ്സുകൾ ഉണ്ട്. ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ മാറിയത് നവോത്ഥാനം എന്നൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. കേരളം നവോത്ഥാനന്തരം സത്യാനന്തരം എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും ഇതൊക്കെ പറഞ്ഞാൽ ആളുകൾ ശരിയാണല്ലോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ വംശം അറ്റുപോയിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലത്താണ് ഞങ്ങളുടെയുള്ള മഹാകവി വി ശങ്കരക്കുറുപ്പ്, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, ബി കുഞ്ഞിരാമൻ നായർ, ബാലാമണിയമ്മ, എടശ്ശേരി ഗോവിന്ദൻ നായർ, വല്ലപ്പള്ളി ശ്രീധരമേനോൻ. ഈ പട്ടികയിൽ അടുത്ത സ്ഥാനമാണ് നമ്മുടെ നാരായണനാർക്കുള്ളത്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു വിമർശനം, 2ാം തരം കവിതകളെ മുൻനിർത്തി വിലമതിക്കപ്പെട്ട ഒരു ഭാഗ്യഹീനാണ് ബാല എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇദ്ദേഹത്തെ കുറിച്ചുള്ള പൊതുവിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം 1959 വിമോചന സമരത്തിന് പ്രതിധ്വനിയായി എഴുതിയ കവിതയാണ് വർഷം വീണ്ടും വരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇത്രേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ 5000-ഓളം കവിതകളും മികവാർന്ന കവിതകളിൽ നമ്മൾ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ശക്തമായ ഒരു ആരൂഢം ഉറപ്പിച്ച കവിയായി നിലകൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ കേരളം പറഞ്ഞു ഉൾപ്പെടെയുള്ള ചില കവിതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എങ്കിലും സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ സാഹിത്യ രംഗത്ത് വേണ്ടതുപോലുള്ള പഠനങ്ങളോ തുടർ പഠനങ്ങളോ ഉണ്ടാവുന്നില്ല എന്നും അദ്ദേഹത്തെ അങ്ങനെ അകഞ്ഞ കൊടിയിൽ തള്ളേണ്ട ഒരാളല്ല എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മലയാള ഭാഷയ്ക്കും മലയാള കവിതയ്ക്കും നൽകിയിട്ടുള്ള വിലമതിച്ച സംഭാവനകളെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ കാവ്യ പ്രതിഭയ്ക്ക് മുമ്പിൽ ഞാൻ
ശിരസ് നമിക്കുന്നു. നന്ദി, നമസ്കാരം.